9th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 12 പ്രിസംസ് പേജ് നമ്പർ 206 207 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക് ഈസ് 1 meter ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 2 meter. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ഇപ്പോൾ ഡയമീറ്റർ 1 മീറ്ററും ആയിട്ടുള്ള ഡയമീറ്റർ 1 മീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് ഉയരം 1 മീറ്ററും ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുക? ഡയമീറ്റർ 1 മീറ്റർ, ഡയമീറ്റർ എന്ന് പറയുമ്പോൾ വ്യാസം 1 മീറ്റർ ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് അതിൻ്റെ പകുതി ആയിരിക്കും, 1/2 മീറ്റർ ആയിരിക്കും. ഹൈറ്റ് 2 മീറ്റർ. വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വോളിയാണ് കാണേണ്ടത്. നമ്മളിങ്ങനെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയാണ് കാണുക. വോളിയം കാണാൻ ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സിലിണ്ടറിൻ്റെ ബേസിൻ്റെ ഷേപ്പ് സർക്കിളാണ്, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് വരും. ഇക്വേഷൻ πr²h, പൈ ഇൻറ്റു r റേഡിയസ് 1/2² ഇൻറ്റു h2. പൈ ഇൻറ്റു 1/2² എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 2. ഈ 2 കട്ടായി. പിന്നെ നമ്മുടെ ആൻസർ y ഇൻറ്റു 1 പൈ വരും, /2 എന്ന് വരും. പൈ എന്ന് പറയുമ്പോൾ 3.14/2. ഇത് 1.57 മീറ്റർ ക്യൂബാണ് കിട്ടുക. അതിന് നമ്മൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. ഇപ്പോൾ 1.57 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1570 ലിറ്റർ ആണ് ആൻസർ വരിക. ദ ബേസ് റേഡിയസ് ഓഫ് എൻ അയേൺ സിലിണ്ടർ ഈസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 32 സെൻറ്റിമീറ്റേഴ്സ്. ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള അയേൺ അതായത് ഇരുമ്പിൻ്റെ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ളതിന് റേഡിയസ് 15 ആണ്, ഹൈറ്റ് 32 ആണ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സിലിണ്ടർ. എന്ത് ചെയ്യുന്നു? അത് ഉരുക്കിയിട്ട് വേറൊരു സിലിണ്ടർ ആക്കുന്നു, അതിൻ്റെ റേഡിയസ് കുറച്ചുകൂടെ കൂട്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ റേഡിയസ് 15 ആയിരുന്നു, പിന്നത്തെ റേഡിയസ് 20 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഹൈറ്റ്? അപ്പോൾ ആദ്യത്തെ റേഡിയസ് 15 ആകുമ്പോൾ ഹൈറ്റ് 32 ആണ്, പിന്നത്തെ റേഡിയസ് 20 ആകുമ്പോൾ ഹൈറ്റ് കുറയുകയാണ് ചെയ്യുക, കാരണം വോളിയം സെയിം ആയതുകൊണ്ട്. വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, വോളിയം ഓഫ് എന്താണ് നമ്മുടെ ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് മെൽറ്റഡ് സിലിണ്ടർ എന്നും പറയാം. നമ്മുടെ ഇക്വേഷനിൽ എഴുതുമ്പോൾ പൈ ഇൻറ്റു r², രണ്ടും വോളിയമാണ്. അപ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ പൈ ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 15² ഇൻറ്റു ഹൈറ്റ് 32 വരും. രണ്ടാമത്തെ ആകുമ്പോൾ പൈ ഇൻറ്റു വോളിയം കാണുന്നത് πr²h ആണ്. അവിടെ റേഡിയസ് 20² ആണ്, ഇൻറ്റു h നമുക്കറിയില്ല, h കാണണം. അപ്പോൾ ഈ h കാണുമ്പോൾ ഈ പൈ ഇൻറ്റു 20 ഡിനോമിനേറ്ററിലാണ് വരിക. അതിന് മുമ്പേ ലെഫ്റ്റും റൈറ്റും നമ്മുടെ പൈ ഉള്ളത് അതങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഈ പൈയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ h കാണുമ്പോൾ ഈ 20² ഇവിടെ /20² എന്നാണ് വരിക. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. 15² ഇൻറ്റു 32/20². 15² 15 × 15 എന്ന് മാറ്റി ചെയ്താൽ ഇൻറ്റു 32/20² 20 ഇൻറ്റു 20 എന്ന് മാറ്റി ചെയ്താൽ. ഇനി 15ഉം 20യും 5ൻ്റെ ടാബിളിലുള്ളതാണ്. 5 3s are 15 ആണ്. 20 എന്ന് പറയുന്നത് 5 4s ആണ്. അപ്പോൾ 5ഉം 5ഉം കട്ട് ചെയ്ത് അവിടെ 3 4 ബാക്കിയുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും 3ഉം 4 ബാക്കിയുണ്ടാവും. പിന്നീട് 32 ഉണ്ടാവും. ആ 30 ബാക്കിയുള്ളത് 3 × 3 × 32/4 4s are 16 എന്ന് വരും. ആ 16 32 അത് 2 ടൈംസ് നേരെ പകുതിയാണ്. 32/16 എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ ആൻസർ 3 × 3 × 2 18 സെൻറ്റിമീറ്റർ ആണ് വരിക ഉയരം. ദ ബേസ് റേഡിയ ഓഫ് 2 സിലിണ്ടേഴ്സ് ഓഫ് ദ സെയിം ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 3:4. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? ഹൈറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് സെയിം ആണ്, റേഡിയസിൻ്റെ റേഷ്യോ 3:4 ആണ്. വോളിയത്തിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോ ഓഫ് റേഡിയ 3:4 ആണ്, ഹൈറ്റ് ആർ സെയിം ആണ്. അപ്പോൾ v1:v2 = πr1²h. എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ v1ൻ്റെത് πr1²h1ഉം πr2²h2 എന്നാണ് എഴുതുക. പക്ഷേ ഇവിടെ നമ്മളോട് ഹൈറ്റ് സെയിം എന്ന് പറഞ്ഞതുകൊണ്ട് h1 h2 എടുക്കുന്നില്ല. r1² r2² എടുക്കും, കാരണം റേഡിയസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്. ഇവിടെ പൈയും കട്ടായി, h കട്ടായി, ബാക്കി ഉണ്ടാവുക r1² r2² ആണ്. അപ്പോൾ r1 r2 3:4 ആകുമ്പോൾ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 3² 4², അപ്പോൾ 9:16 വരും.
Question number 4. The base radii of two cylinders are in the ratio 2:3 and their height are in the ratio 5:4. What is the ratio of their volumes? അവിടെ റേഡിയസിൻ്റെ റേഷ്യോയും ഉണ്ട്, ഹൈറ്റിൻ്റെ റേഷ്യോയും ഉണ്ട്, വോളിയത്തിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ വോളിയം ഓഫ് സ്മോൾ സിലിണ്ടർ 720 ആണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ലാർജർ? അപ്പോൾ ആദ്യം നമ്മൾ R1:R2 2:3 എന്നും H1:H2 5:4 എന്നും നേരത്തെ തന്ന പോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഹൈറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ V1:V2 = പൈ R1² H1 എന്നും പൈ R2² H2 എന്നും ഇടും. പൈയും കട്ടാവും. R1² എടുക്കുക 2² വരും, H1 എടുക്കുക 5 വരും. പിന്നെ ഇവിടെ R2² എടുക്കുക 3² എഴുതും, H2 എടുക്കുക 4 എഴുതും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പൈയും കട്ടായത് കൊണ്ട് തന്നെ 2² 4 എന്നും ഇൻറ്റു 5 വരും, 3² 9 എന്നും ഇൻറ്റു 4 എന്ന് വരും. ഇനി ഒരേപോലെ വരുന്ന ഈ 4ഉം കട്ട് ചെയ്തു 5:9 എന്ന് വന്നു. അങ്ങനെ ഒരേപോലെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്യാം. അങ്ങനെ 4 രണ്ട് സൈഡിലും കട്ട് ചെയ്താൽ ആൻസർ 5:9 വരും. ഇനി നമുക്ക് ആ സ്മോളറിൻ്റെ, അതായത് സ്മോളർ എന്ന് പറയുമ്പോൾ 5:9 ആകുമ്പം ആദ്യത്തേതാണ് ചെറിയ വോളിയം ഉണ്ടാവുക, അത് 720ഉം. നമുക്ക് അങ്ങനെയാണെങ്കിൽ V2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ V1 പകരം 720 ഇട്ട് കൊടുക്കുക. V1:V2 = 5:9 ആകുമ്പോൾ നമുക്കറിയാം റേഷ്യോ ചെയ്യുന്ന സമയത്ത് രണ്ടറ്റത്തിൽ ഇൻറ്റു ചെയ്താലും നടുക്കത്തെ ഇൻറ്റു ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. അപ്പോൾ V2 കാണുമ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, V2 × 5 = 720 × 9 ആണ് വരിക. നടുക്കത്തെ രണ്ടെണ്ണം ഇൻറ്റു ചെയ്താലും മറ്റത്തെ രണ്ടും ഇൻറ്റു ചെയ്താലും ഒരേ ആൻസറാണ് വരിക. V2 കാണാൻ വേണ്ടിയിട്ട് 720 × 9/5 വരും. അതായത് 720നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 144 വരും. 144നെ 9 കൊണ്ട് 720/5 144, അതിനെ 9 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെ 1296 ആണ് ആൻസർ വരിക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.